പക കൊണ്ട് ഒരു മനുഷ്യൻ എത്രത്തോളം ക്രൂരനാകാം. ഒരു കുടുംബത്തിലെ അമ്മയെ കൊല്ലുക, അതിന് ജീവപര്യന്തം ശിക്ഷ കിട്ടുക. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം, ഈ ജീവപര്യന്തം ശിക്ഷയ്ക്കിടയിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം ആ കുടുംബത്തിലെ ആ സ്ത്രീയുടെ, ആദ്യം കൊലപ്പെടുത്തിയ സ്ത്രീയുടെ ഭർത്താവിനെയും ആ ഭർത്താവിന്റെ അമ്മയെയും കൂടി വകവരുത്തുക. അതും വെട്ടിക്കൊല്ലുകയാണ്. അതും മതിയായില്ല. കോടതിയിൽ നിൽക്കുമ്പോൾ യാതൊരു തരത്തിലുമുള്ള പശ്ചാത്താപവുമില്ല. നമ്മൾ പറയില്ലേ, ഒരു തുള്ളി പശ്ചാത്താപമില്ല എന്ന്. അങ്ങനെ ഒരു തുള്ളി പശ്ചാത്താപം പോലുമില്ലാതെ ആ പ്രതി പറയുകയാണ്, ഞാൻ ഗാന്ധിജിയല്ല, വേണമെങ്കിൽ എന്നെ തൂക്കിക്കൊന്നോളൂ എന്ന്. കേരളത്തിലെ നടുക്കിയ പോത്തുണ്ടി ഇരട്ടക്കൊല കേസിൽ പ്രതി ചെന്താമരയ്ക്ക് കോടതി വിധിച്ചത് മരണശിക്ഷയാണ്. കേരളം ഞെട്ടിയിട്ടൊന്നുമില്ല. കാരണം കേരളക്കര ആഗ്രഹിച്ച ഒരു വിധിയാണ് ഇതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് വെറും ഒരു കൊലക്കേസിന്റെ കഥയോ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? അന്ധവിശ്വാസവും പ്രതികാരവും മനുഷ്യത്വമില്ലാത്ത ക്രൂരതയും ഒരാളെ എത്ര ഭീകരനാക്കുമെന്ന് തെളിയിക്കുന്ന ഒരു സംഭവ കഥയല്ലേ നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു കുടുംബം, ആ കുടുംബം, ഭാര്യ, ഭർത്താവ്, വയോധികയായിട്ടുള്ള അമ്മ, മക്കൾ, സാധാരണ ജീവിതം ജീവിച്ചു പോരുന്ന ഒരു കുടുംബത്തിന് സമീപവാസിയായിട്ടുള്ള ഒരാള്, അയാളുടെ മനസ്സിൽ വളർന്നിട്ടുള്ള വൈരാഗ്യം ഒടുവിൽ ആ കുടുംബത്തിന് മുഴുവൻ വിധിച്ചത്. ആ മക്കൾ മാത്രമാണ് ബാക്കി വെച്ചത്. ബാക്കി എല്ലാവരെയും അയാൾ വകവരുത്തി. ആ മനുഷ്യന്റെ പേരാണ് ചെന്താമര. ഭാര്യയും മകളും തന്നെ ഉപേക്ഷിച്ചു പോയതോടെ ജീവിതം പൂർണ്ണമായിട്ടും തകർന്നു എന്ന് വിശ്വസിച്ചു ചെന്താമര. പക്ഷെ അതിന് കാരണം തൻ്റെ സ്വഭാവമോ പ്രവർത്തികളോ ആണ് എന്ന് സമ്മതിക്കാനായിട്ട് ചെന്താമരയ്ക്ക് കഴിഞ്ഞില്ല. പകരം അതിന് അയാൾ കണ്ടെത്തിയ വഴിയായിരുന്നു അയൽവാസികളായിട്ടുള്ള സുധാകരന്റെയും സജിതയുടെയും അവരുടെ വയോധികയായിട്ടുള്ള അമ്മയുടെയും പ്രവൃത്തി. അവരുടെ മേലിലേക്ക് ചെന്താമര കുറ്റം ചാർത്തുകയാണ് ചെയ്തത്. അവർ ദുർമന്ത്രവാദം ചെയ്തതുകൊണ്ടാണ് കുടുംബം തകർന്നതെന്നാണ് ചെന്താമര വിശ്വസിച്ചത്. ഈ വിശ്വാസം പിന്നീട് അങ്ങോട്ട് അന്ധവിശ്വാസമായിട്ട് വളർന്ന് പന്തലിക്കുകയാണ് ചെയ്തത്. ആ വൈരാഗ്യം കൊലപാതക മോഹമായിട്ട് മാറി. തൻ്റെ കുടുംബം തകർത്തവർ ഇനി ജീവിച്ചിരിക്കേണ്ട എന്നുള്ളത്. 2019 ഓഗസ്റ്റ് 31 സുധാകരന്റെ ഭാര്യ സജിത വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന സമയമാണ്. ആ അവസരം നോക്കി ചെന്താമര വീട്ടിലെത്തുന്നു. തുടർന്ന് നടന്നത് അതിക്രൂരമായിട്ടുള്ള ഒരു ആക്രമണമാണ്. സജിത കൊല്ലപ്പെടുകയും ചെയ്തു. കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ചെന്താമരയ്ക്ക് കോടതി ഇരട്ട ജീവപര്യന്തവും ശിക്ഷ വിധിച്ചു. ആ കഥ സത്യത്തിൽ അവിടം കൊണ്ട് തീരേണ്ടതാണ്, അവസാനിക്കേണ്ടതാണ്. പക്ഷെ അവസാനിച്ചില്ല. 2022 ഈ ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങുകയാണ്. ജയിലിന്റെ വാതിൽ തുറന്ന ശേഷം മുതൽ ആ ഒരു തുറക്കുന്ന നിമിഷമുണ്ടല്ലോ, പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു നിമിഷം, ആ നിമിഷം മുതൽ പഴയ വൈരാഗ്യം ഇയാളെ വീണ്ടും ഭരിക്കാൻ തുടങ്ങി. ജയിലിനകത്ത് കിടന്നപ്പോഴും ഇയാൾ ഉറക്കിയിട്ടിരുന്ന, അടക്കി വെച്ചിരുന്ന ആ വൈരാഗ്യം സത്യത്തിൽ പുറത്തെടുക്കുകയാണ്, അണപൊട്ടി പുറത്തേക്ക് വരികയാണ് ചെയ്തത്. സജിതയെ കൊന്നിട്ടും ഈ ചെന്താമരയുടെ പ്രതികാരം തീർന്നില്ല എന്നുള്ളത് തന്നെയാണ്. അടുത്ത ലക്ഷ്യം സ്വാഭാവികമായിട്ടും സജിതയുടെ ഭർത്താവ് സുധാകരനായിരുന്നു. അതിനായിട്ട് മാസങ്ങളോളം ഇയാൾ കാത്തിരുന്നു, കൊടുവാള് വാങ്ങി, നിരീക്ഷിച്ചു, പദ്ധതികൾ ഒരുപാട് തയ്യാറാക്കി. അവസാനം 2025 ജനുവരി 27 ആ ദിവസം പോത്തുണ്ടിയിലെ ആ വീട്ടിൽ നടന്നത് കേരളക്കര എങ്ങനെയാണ് മറക്കുക? വീട്ടിലുണ്ടായിരുന്ന സുധാകരനെ ആദ്യം ആക്രമിച്ചു. കൊടുവാളിന്റെ വെട്ടേറ്റ് സുധാകരൻ നിലത്ത് വീണു. മകന്റെ നിലവിളി കേട്ട് ഓടിയെത്തിയ ആ അമ്മ, അവരെയും വെറുതെ വിട്ടില്ല. 75 വയസ്സുകാരിയായ അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെറുതെ വിട്ടില്ല. മകന്റെ മുന്നിൽ അമ്മയെയും അമ്മയുടെ മുന്നിൽ മകനെയും ചെന്താമര നിർദാക്ഷിണ്യം വെട്ടി വീഴ്ത്തി. നിഷ്ഠൂരമായിട്ടായിരുന്നു. പക്ഷെ യാതൊരു കുറ്റബോധവും ഇപ്പോഴും ആ പ്രതിക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും സംഭവത്തിന് ശേഷം ചെന്താമര രക്ഷപ്പെട്ടു, വനമേഖലയിലേക്കൊക്കെ കടന്നു. ദിവസങ്ങൾ നീണ്ട അന്വേഷണം ഉണ്ടായി. ഒടുവിൽ പോലീസ് തിരച്ചിൽ അങ്ങനെ
അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ കേസ് മാറ്റിവെക്കാനോ ഒന്നും, അന്വേഷണം മാറ്റിവെക്കാനോ ഒന്നും അവർ മുതിർന്നില്ല. പക്ഷെ പോലീസിന്റെ ഒപ്പം ആ സമയം നാട്ടുകാരും ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്. പോലീസും നാട്ടുകാരും ഈ ഒരു കൊലപാതകിയെ കണ്ടുപിടിക്കാൻ ഒരു കൈയും ഒരു മെയ്യുമായിട്ട് പ്രവർത്തിച്ചു. ഒടുവിൽ അങ്ങനെ ആ പ്രതി ചെന്താമര പിടിയിലാവുകയും ചെയ്തു. അറസ്റ്റിന് ശേഷം പുറത്തു വന്ന വിവരങ്ങളാണ് സത്യത്തിൽ കൂടുതൽ ഞെട്ടിച്ചത്. സുധാകരനെയും അമ്മയെയും കൊന്നാൽ മാത്രം മതിയെന്നല്ല ചെന്താമര കരുതിയിരുന്നത്. ഇനിയും ഉണ്ടായിരുന്നു ചെന്താമരയ്ക്ക് ലക്ഷ്യങ്ങൾ. സ്വന്തം ഭാര്യ, മകൾ, മകളുടെ ഭർത്താവ്, ഭാര്യയുടെ സഹോദരൻ, മറ്റു ചില സ്ത്രീകൾ, അങ്ങനെ ഇവരെ എല്ലാം തന്നെ കൊല്ലാനായിട്ട് ചെന്താമര ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ള വിവരം അന്വേഷണത്തിൽ പുറത്തു വന്നു. ഇത് കേട്ട സത്യം പറഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വരെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. 3 പേരെ വകവരുത്തി സ്വന്തം മനസ്സിലെ വൈരാഗ്യം കൊണ്ട്. അതും പോരാതെയാണ് സ്വന്തം മകളെയും ഭാര്യയെയും മകളുടെ ഭർത്താവിനെയും ഭാര്യയുടെ സഹോദരനെയും ഒക്കെ കൊല്ലാനായിട്ട് ഇയാള് പദ്ധതിയിട്ടത്. ഇതൊരു സാധാരണ കൊലക്കേസ് അല്ലാതായി മാറുന്നത് ഇവിടം കൊണ്ടാണ്. ഇത് ഒരു മനുഷ്യന്റെ മനസ്സിൽ വളർന്ന അപകടകരമായിട്ടുള്ള അക്രമ ചിന്തയുടെ വൈരാഗ്യത്തിന്റെ ഒരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഒരു സംഭവ കഥയായിട്ട് മാറുകയാണ്. കേസിന്റെ വിചാരണ അങ്ങനെ ആരംഭിക്കുകയാണ്. 132 സാക്ഷികൾ, നിരവധി രേഖകൾ, ഫോറൻസിക് റിപ്പോർട്ടുകൾ, ശാസ്ത്രീയ തെളിവുകൾ എല്ലാം ഒന്നൊന്നായിട്ട് കോടതിക്ക് മുമ്പാകെ എത്തുന്നുണ്ട്. പ്രതിഭാഗം ഒരു കാര്യം മാത്രം ആവർത്തിച്ചു: ദൃക്സാക്ഷികളില്ല, വധശിക്ഷ വേണ്ട, മാനസാന്തരത്തിന് അവസരം നൽകണം. പക്ഷേ കോടതി തെളിവുകളൊക്കെ പരിശോധിച്ചു, പ്രതിയുടെ പഴയ ചരിത്രമൊക്കെ പരിശോധിച്ചു, വിലയിരുത്തി. സമൂഹത്തിന് ഇയാൾ ഉണ്ടാക്കുന്ന ഭീഷണി എത്രത്തോളമാണ് എന്നുള്ളത് കണക്കിലെടുത്തു. അവസാനം ഒരു നിഗമനത്തിലെത്തി: ഇത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസാണ്, അത്യപൂർവമായ കേസാണ്. പ്രതി സമൂഹത്തിന് ഭീഷണിയാണ് എന്ന് കോടതി കണ്ടെത്തുകയാണ്. ഒടുവിൽ യാതൊരു ഇളവും ഈ പ്രതി അർഹിക്കുന്നില്ല. ശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് ജഡ്ജി ഒരവസരം കൂടി നൽകണമല്ലോ. നൽകി. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നായിരുന്നു ആ ചോദ്യം. സാധാരണ പ്രതികളൊക്കെ ആ സമയത്ത് കരയും, വീട്ടിലെ അമ്മയുള്ളൂ, മക്കളെ നോക്കണം, അതാണ് ഇതാണ് എന്നൊക്കെ പറയും, ക്ഷമ ചോദിക്കും, ജീവന് വേണ്ടി യാചിക്കും. പക്ഷെ ചെന്താമര ഇതൊന്നും ചെയ്തില്ല. അയാൾ പറഞ്ഞ വാക്കുകൾ ആ കോടതി മുറിയെ തന്നെ നിശബ്ദമാക്കി കളഞ്ഞു എന്നുള്ളതാണ്. ഒരു ചെകിടത്ത് അടിച്ചാൽ മറ്റേ ചെകിട് കാട്ടിക്കൊടുക്കാൻ ഞാൻ ഗാന്ധിജി അല്ല എന്നായിരുന്നു ചെന്താമരയുടെ ആ സ്റ്റേറ്റ്മെന്റ്. വേണമെങ്കിൽ തൂക്കിക്കൊന്നോളൂ എന്നു. ആ വാക്കുകളിൽ ഒരു തരി പശ്ചാത്താപം ഉണ്ടായിരുന്നില്ല, ഭയമുണ്ടായിരുന്നില്ല, കരുണയ്ക്ക് വേണ്ടിയിട്ടുള്ള യാചന ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് തീർത്തും വൈരാഗ്യവും അഹങ്കാരവും ഒക്കെ ചേർന്ന ഒരു ഉന്മത്തമായിട്ടുള്ള ഭാവം മാത്രമായിരുന്നു. അതാണ് കോടതിയും ശ്രദ്ധിച്ചതും നിരീക്ഷിച്ചതും. തെറ്റ് ചെയ്തു എന്ന തിരിച്ചറിവ് പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ, പുറത്തിറങ്ങിയാൽ വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള മനുഷ്യൻ, അത്തരം ഒരാൾക്ക് നിയമം നൽകാവുന്ന ഏറ്റവും കടുത്ത ശിക്ഷ എന്താണോ അതുതന്നെയാണ് കോടതി നൽകിയത്: തൂക്കുകയർ. വിധി കേട്ടിട്ടും പ്രതിയുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിട്ടില്ല. പക്ഷേ കോടതി മുറിയുടെ മറ്റൊരു ഭാഗത്ത് കണ്ണുനീർ ഉണ്ടായിരുന്നു. സജിതയുടെയും സുധാകരന്റെയും മക്കൾ, അമ്മയെയും അച്ഛനെയും മുത്തച്ഛനെയും ഒക്കെ നഷ്ടപ്പെട്ട ആ 2 മക്കൾ, വർഷങ്ങളായ വർഷങ്ങൾ നീണ്ട ആ കാത്തിരിപ്പിനൊടുവിൽ അവർ പറഞ്ഞത് ഒരൊറ്റ വാചകം മാത്രമാണ്: ഞങ്ങൾക്ക് നീതി കിട്ടി എന്ന്. ഇന്ന് പോത്തുണ്ടി കേസിലെ വിധി ഒരു കുറ്റവാളിക്കുള്ള ശിക്ഷ മാത്രമല്ല, അന്ധവിശ്വാസം, പ്രതികാരം, വൈരാഗ്യം, ഇവ മനുഷ്യനെ എത്ര ഭീകരനാക്കുമെന്ന സമൂഹത്തോട് ഓർമ്മിപ്പിക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ട് മാറുന്നുണ്ട്. ഒരാളെ കൊല്ലുന്നത് കുറ്റമാണ്, പക്ഷെ ഒരേ കുടുംബത്തെ വർഷങ്ങളോളം വേട്ടയാടി ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് സമൂഹത്തിനെതിരായിട്ടുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിക്കാണ് സത്യത്തിൽ കോടതി ഇന്ന് മറുപടി നൽകിയത്: ചെന്താമരയ്ക്ക് തൂക്കുകയർ. നിയമത്തിന്റെ ഏറ്റവും കടുത്ത വിധി തന്നെയാണ്. പോത്തുണ്ടിയിലെ 3 ജീവനുകൾക്കായി കാത്തിരുന്ന നീതി ഒടുവിൽ എത്തിച്ചേർന്ന ദിനം.